ഹായ് ഫ്രണ്ട്സ്, അപ്പം യൂട്യൂബിനകത്ത് കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് ജൂലൈ 15-ാം തീയതി മുതൽ. അതായത് മോണിറ്റൈസേഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടത്, ലൈവുമായിട്ട്, റീൽസിനകത്ത് വീഡിയോ, അങ്ങനെ കുറേ ബന്ധപ്പെട്ടിട്ടുള്ള കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുടെ ചാനൽ തന്നെ കട്ടായി പോകും, കുറച്ച് പേരെ നിലനിർത്തുന്നുണ്ട്. അപ്പം നിലനിർത്തുന്നത് ആരൊക്കെയാണെന്നും കട്ടായി പോകുന്ന ചാനൽ ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ ഏതൊക്കെ റീൽസിനാണ്, വീഡിയോയ്ക്കാണ് കാശ് കിട്ടുന്നതെന്നും റവന്യൂ കട്ടാക്കുന്ന ഏതൊക്കെ വീഡിയോസിനാണെന്നും ഒക്കെ നമുക്ക് നോക്കാം. അപ്പം വീഡിയോയിലേക്ക് പോകാം, സ്കിപ്പ് ചെയ്തേ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അതിലൊന്നാമത്തേന്ന് പറയുന്നത് ഈ വീഡിയോസൊക്കെ ഇട്ട് വീഡിയോ ചെയ്ത് ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അത് കൂടുതലും റണ്ണായി പോകുന്നുണ്ട്. അവർക്ക് ഏണിങ്സ് കൂടുന്നും കിട്ടുന്നും ഒക്കെ ഉണ്ട്. അപ്പം മാക്സിമം അവരുടെയൊക്കെ ചാനൽ കട്ടായി പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വീഡിയോസൊക്കെ മാക്സിമം അതൊക്കെ നിർത്താനായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബ്. മുതൽ വീഡിയോസൊക്കെ ഇട്ട് കാശ് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാശ് കിട്ടത്തില്ല കേട്ടോ. അതോർത്ത് ഇനി ആരും അങ്ങനെ ഒരു വീഡിയോസ് ഇടാൻ നോക്കണ്ട. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ഉണ്ടല്ലോ, റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ട് ഏണിങ്സ് ഒക്കെ കൂട്ടുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ ഫേസ് ഒന്നും കാണിക്കാതെ എന്തെങ്കിലുമൊക്കെ പിക്ചറുകളും അതുപോലെ തന്നെ കുറേ മൂവി ക്ലിപ്പുകൾ, തമാശകൾ, അങ്ങനെ കുറേ ട്രോളുകളും ഒക്കെ ഇറക്കിക്കൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ പിന്നെ കട്ടായി പോകുന്നുണ്ട് കേട്ടോ. കാശൊന്നും കിട്ടത്തില്ല. അങ്ങനെയുള്ളവരെയൊക്കെ മാക്സിമം എടുത്ത് കളയാനുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു യൂട്യൂബ്. കാരണം അങ്ങനെയൊക്കെ ഉള്ളവരെ മാറ്റുന്നുണ്ട്. ശരിക്കും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ റിയലായിട്ടുള്ള കണ്ടൻറ്റും റീൽസും ഒക്കെ ഇട്ട് വേണം ഇനി പൈസ സമ്പാദിക്കാൻ. അല്ലാതെ വെറുതെ യൂട്യൂബുകാർ ഇനി പൈസ തരില്ല. വെറുതെ എന്തെങ്കിലും ഒന്ന് ആക്കി ഇട്ടിട്ട് അതിനകത്തുനിന്ന് നമുക്ക് ഏണിങ്സ് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് വെറുതെ ഇരുന്നാലൊന്നും നമുക്ക് അതിൽ നിന്നും ഏണിങ്സ് കിട്ടാനുള്ള ഒരു അവകാശവും ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യൂട്യൂബ് അങ്ങ് നിർത്തുകയാണ്. എന്നിട്ട് എല്ലാം പൊടി തട്ടി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് യൂട്യൂബ് എടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിനൊന്നും മോണിറ്റൈസേഷൻ കിട്ടില്ല കേട്ടോ. എല്ലാം റവന്യൂ കട്ടാക്കത്തതേ ഉള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് കണ്ടൻറ് ഇടുക, അതുപോലെ സ്വന്തമായിട്ട് വീഡിയോസ് ഇടുക, ഇങ്ങനെയൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ലൈവിനകത്തായാലും മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളാണെങ്കിൽ ഇപ്പം നമ്മളൊക്കെ ലൈവ് സ്ട്രീമൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാനും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സ്ക്രീൻ കാസ്റ്റിൻ്റെ ലൈവിനകത്തായാലും നമ്മൾ റിപ്പീറ്റായിട്ട് ലൈവ് ഓരോ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് റിപ്പീറ്റായിട്ട് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും റവന്യൂ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. പക്ഷേ നമുക്ക് മാക്സിമം ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഫേസ് ലൈവോ കാര്യങ്ങളോ ഒക്കെ ഇടുക. അതിനും കുറേ കാര്യങ്ങളുണ്ട്. 15-ാം തീയതി മുതൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും നമുക്കിതുപോലെ ലൈവിനകത്ത് കയറി ഇരുന്ന് അവർക്ക് ലൈവ് ചെയ്യാൻ പറ്റൂല. അവരുടെ കൂടെ മാതാപിതാക്കൾ ആരെങ്കിലും വേണം. അത് മറ്റൊന്നും കൊണ്ടല്ല, കുഞ്ഞുങ്ങളുടെ നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയാണ് യൂട്യൂബ് ഒരു മുൻകരുതൽ എടുത്തേക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 16 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ റീൽസും വീഡിയോസും ഒക്കെ ഇടുമ്പോൾ അവരുടെ കമൻറ്റ് ഫുൾ ഇനി ഓഫ് ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ അങ്ങനെ നേരത്തെ വന്നിട്ടുണ്ട്, കമൻറ്റ് ഇടയ്ക്കൊക്കെ ഓഫാക്കും, ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഓണാക്കും. പക്ഷേ ഇനി അങ്ങനെയല്ല യൂട്യൂബായിട്ട് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ നേർക്കുള്ള ഒരു സംരക്ഷണത്തിന് വേണ്ടിയാണ് യൂട്യൂബ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്കും തോന്നുന്നത്, മറ്റുള്ളവർക്കും തോന്നുന്നത് അല്ലേ. പിന്നെ റെയിലോറമും പിന്നെ എന്താ പറയുക, നമ്മുടെ ഈ മൂവി ക്ലിപ്പും ഒക്കെ വെച്ചിട്ട് ഒരുപാട് പേരിങ്ങനെ പല രീതികളിൽ ഇങ്ങനെ റീൽസും വീഡിയോസും ഒക്കെ ഇട്ട് റൺ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ അവർക്കും മാക്സിമം മോണിറ്റൈസേഷൻ കട്ടാക്കാനാണ് യൂട്യൂബിൻ്റെ ആ ഒരു പ്ലാനെന്ന് തോന്നുന്നത് കേട്ടോ. അങ്ങനെയുള്ളവർക്കും മോണിറ്റൈസേഷൻ കട്ടാകുന്നുണ്ട്. അതിന് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ആണെങ്കിലുണ്ടല്ലോ, നമ്മൾ ഒരേ കണ്ടൻറ്റ് തന്നെ റിപ്പീറ്റായിട്ട് എടുത്ത റീൽസിലും വീഡിയോസിലും ഒക്കെ ഒരു ചേഞ്ചും ഇല്ലാതെ കണ്ട് അങ്ങ് ചേഞ്ചുകളോ കാര്യങ്ങളോ ഒന്നും മാറ്റാതെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതിനകത്തെല്ലാം മോണി കട്ടാകും. അതെന്ന് പറയുന്നത് ഈ 15-ാം തീയതി കഴിഞ്ഞിടുന്നത് മാത്രമല്ല, അതിന് മുമ്പുള്ളത് നമ്മുടെ കട്ടാക്കുമെന്നാണ് പറയുന്നത്. ഇനിയെല്ലാം 15-ാം തീയതി കഴിയുമ്പോൾ കറക്റ്റുള്ള വിവരങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇത് ചെറിയൊരു വിവരം മാത്രമാണ്. ഇത് ന്യൂസിനകത്തായാലും എല്ലാത്തിനകത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ. അപ്പം 15-ാം തീയതി കഴിയുമ്പോൾ ആരുടെയൊക്കെ ചാനലിനകത്താണ് കുഴപ്പങ്ങളുണ്ടെന്ന്, ഏതൊക്കെ ചാനലാണ് കുഴപ്പമുണ്ടാകുന്നത്, അതുപോലെ ഏതൊക്കെ രീതിയിലാണ് യൂട്യൂബ് മാറ്റങ്ങൾ യൂട്യൂബിനകത്തുണ്ടാകുന്നതെന്ന് പോലും നമുക്ക് വ്യക്തത കിട്ടത്തുള്ളൂ. അങ്ങനെ മാക്സിമം ആൾക്കാർ ഇനിയെങ്കിലും ആരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാർ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കണ്ടൻറ് ഉണ്ടാക്കുക, റീൽസ് ചെയ്യുക, അതുപോലെ സ്വന്തമായിട്ട് കണ്ടെടുത്ത വീഡിയോസ് ചെയ്യുക. അത്യാവശ്യം ഫേസ് ലൈവും കാര്യങ്ങളും ഒക്കെ ആ ഒരു ലൈവ് സ്ട്രീമിൻ്റെ ആ ഒരു നിർദ്ദേശപ്രകാരം
ഒക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഇനി യൂട്യൂബുമായിട്ട് മുന്നോട്ട് പോകാൻ അതിനകത്തുനിന്ന് ഏണിങ്സ് കൈപ്പറ്റാനും നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ യൂട്യൂബുകാർ അങ്ങനെ വെറുതെ ഒന്നും ഇനി ആരുടെയെങ്കിലും കോപ്പി അടിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും കിട്ടത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഇനി 15-ാം തീയതി ആകുമ്പോഴറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല, നല്ല രീതിയിലുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്ന് പറയുന്നു. പക്ഷേ ഇതിൽ നിന്നും ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തവരുടെയൊക്കെ പോകാനുള്ള ചാൻസൊക്കെ ഒരുപാടുണ്ട്. അപ്പം ഇതിനകത്ത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ കാണുന്നുണ്ട് അല്ലേ? അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയുക. അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബേഴ്സ് ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കട്ടെ എന്ന് വിചാരിച്ചത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പം പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, സി യു.